ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്നുണ്ട് എല്ലാവരുടെയും വിശേഷം. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല പോലെ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ വിൻഡോസൊക്കെ തുറന്നിട്ടു. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരം കുറച്ചായി, 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് 2-3 അമ്പലത്തിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ വേഗം പോകണം. അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. നമുക്കപ്പോൾ വേഗം ഒരുങ്ങി പോകാനായിട്ട് നോക്കാം. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം നൈറ്റ് ഡ്യൂട്ടി എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, എന്നിട്ട് വേണം സുഖമായിട്ട് പോയിട്ട് ഫുൾ ഡേ ഇങ്ങനെ മൂടി പോയിച്ച് കിടന്ന് ഉറങ്ങാനെന്നൊക്കെ വിചാരിക്കും. ക്ഷീണമൊക്കെ അങ്ങോട്ട് ഉറങ്ങി തീർക്കണം എന്ന് വിചാരിക്കും. പക്ഷെ വീട് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം എങ്ങടെ പോകണേന്ന് അറിയില്ല. ചില ദിവസം ഞാനിങ്ങനെ അറിയാണ്ട് ഉറങ്ങിപ്പോട്ടാ. ബെഡിലൊന്നും ഇങ്ങനെ ഇരുന്നാൽ മതി, ആ വഴിക്ക് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോവും. ഇപ്പം നമുക്ക് ഇരിക്കാനുള്ള നേരമില്ലല്ലോ. നമ്മൾ താഴെ റെയിൻ കോട്ട് എടുക്കാൻ വന്നതാണ് കേട്ടോ. എൻ്റെ കോട്ട് താഴെ വണ്ടിയിൽ വെച്ചിരിക്കുന്നു. ഇനി അത് വിരിച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങിയില്ലേ, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് തകൃതിയായിട്ട് മഴ പെയ്യുമോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ചെറിയ ചാറ്റിലുണ്ടായിരുന്നുള്ളൂ. എന്നാലും റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ടൊരു കുളി പാസ്സാക്കിയിട്ട് വന്നു. നമുക്ക് പോകണമല്ലോ, ഇന്ന് 3 അമ്പലം കവർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള. എൻ്റെ കൂടെ വരുന്ന ഫ്രണ്ടിന് വേറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നേരത്തെ ഇറങ്ങണം, നമുക്ക് വേഗം പോയിട്ട് വരണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ ആകെ തകിടം മറിയുക. അപ്പോൾ ഇന്നാണ് ഞാൻ ഏറ്റവും ലേറ്റായിട്ട് ഇറങ്ങിയത്. നമ്മൾ പതിവിൽ ഇറങ്ങണ ആ ഒരു ടൈമിലും കുറേ ലേറ്റായിട്ട് ഇറങ്ങിയ കേട്ടോ. വിചാരിക്കാത്ത കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ഓടി വരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് വേഗം ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവളെന്നെ പിടിച്ചാട്ടും. അവൾക്ക് വേഗം പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ചില അമ്പലങ്ങൾ നേരത്തെ അടയ്ക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേ വേഗം ഒരു മോയ്സ്ചറൈസർ ഇട്ടു, ഡവിൻ്റെ, പിന്നെ ഒരു ഹിമാലയയുടെ അലോവേര ജെല്ല് കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. തക്കുളിൻ്റെ കല്യാണത്തിന് മെറൂൺ സാരി ആയിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫേസസ് കാനഡയുടെ ഒരു ടിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹിലാരി രോദയുടെ ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വളരെ മിനിമലായിട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ചടപടേന്ന് വേഗം ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് അവളുടെ ഒരു കോള് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം റെഡിയാകാമെന്ന്. അങ്ങനെ മസ്കാരയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ദിവസം നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഉള്ള ദിവസമൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിന് ഇറങ്ങാൻ പറ്റും. അതുമാത്രമല്ല, എൻ്റെ വണ്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് നമുക്ക് ചാർജിലിടാനും പറ്റില്ലല്ലോ. എൻ്റെ വണ്ടിയിൽ പോകാമെന്നൊക്കെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമ്മളിന്ന് അവളുടെ രഥത്തിലാണ് യാത്ര. എങ്ങനെ പോയാലും നമുക്ക് കറക്റ്റ് ടൈമിന് അമ്പലം പൂടുന്നതിന് മുന്നൊന്നും എത്താൻ പറ്റുമെന്ന് തോന്നിയതല്ല. എങ്കിലും നമുക്ക് പറ്റുന്ന പോലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അവിടെ നമ്മൾ സുബിഷായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ഇഡലിയും സാമ്പാറും ചായയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഡേ ആണ്, പ്രതിഷ്ഠ ദിനമായിരുന്നു. അതുകൊണ്ട് ലഞ്ചും നല്ല പായസവും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അമ്പലത്തിൽ നിന്ന് ലഞ്ചിൻ്റെ അമ്പലത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലൊന്നും വെക്കാണ്ട് കഴിയുമല്ലോ. അങ്ങനെ നമ്മുടെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോന്നു. എൻ്റെ സാരഥി ഒന്ന് ചാർജ് ആക്കണമല്ലോ, അതായത് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഫുൾ ചാർജ് ആക്കാനായിട്ട് ഇതേ വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി വെള്ളം കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് 2 ദിവസം അടുപ്പിച്ച് മഴ കിട്ടിയപ്പോൾ ഒന്ന് തിളങ്ങിയിട്ടുണ്ട്. പൊടിയൊക്കെ ഒന്ന് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ചാർജിലിട്ടിട്ട് ഞാൻ നേരെ പറമ്പിലോട്ട് വന്നു കേട്ടോ. ഡ്രസ്സൊന്നും ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ആമീനെ എടുക്കാൻ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കാമെന്ന്. പിന്നെ ആമി വരാൻ കുറച്ചും കൂടെ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ പറമ്പിൽ വന്നിട്ട് നമ്മുടെ ചാമ്പ് അങ്ങനെ പൂത്തില്ല, ഞാൻ ചുവന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 എണ്ണമൊക്കെ പൊട്ടിച്ചു. ഇത് നല്ല നാടൻ ചാമ്പിയാണ് കേട്ടോ. നമ്മൾ നട്ടുണ്ടാക്കിയിട്ടുള്ളതൊന്നല്ല, തനിയെ വിത്ത് വീണ് മുളച്ച് വന്ന് വളർന്ന് വലുതായി ആളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ വേറെ യാതൊരു കെയറും കൊടുത്തിട്ടില്ല. നാടൻ ഇങ്ങനെ ചാമ്പിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. കുറേ കെയറും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ആദ്യം ഒരു വരവ് ചാമ്പ വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചാമ്പ, നല്ല ചുവന്ന് തന്നെ. പക്ഷെ അത് പെട്ടെന്ന് കേട് വരും കേട്ടോ. കുറേ പുഴു വന്ന് അതാകെ കേടായിപ്പോയി. ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വെള്ളച്ചാമ്പിയാണെങ്കിലും എനിക്കതിലും ഇഷ്ടം ഇത് തന്നെയാണ് കേട്ടോ. നല്ല പോലെ ചുവന്ന് വന്നാൽ നല്ല മധുരമാണ്. പിന്നെ മഴ പെയ്തതുകൊണ്ട് അടുപ്പിച്ച് 2 ദിവസം മഴ ഉണ്ടായതുകൊണ്ട് പൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് വിളിച്ച് 2 കൊട്ട ചാമ്പ അച്ഛൻ 2 ദിവസം മുന്നേ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊട്ടും പുഴുണ്ടാവില്ല കേട്ടോ, കാരണം മഴയ്ക്ക് മുന്നുള്ളതാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഒരു കൊട്ടയത്തെടുത്ത് അച്ചാറിടാനും ഒരെണ്ണം വൈനിടാനും ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും പറമ്പിലോട്ട് തന്നെ വന്നു. ഈ ഒരു ഓർക്കിഡ് നോക്കി നല്ല രസമുണ്ട്, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ അല്ലേ. നമുക്ക് നല്ല ലാവൻഡർ കളർ സാരിക്കൊക്കെ ഈ ഒരു പൂവ് ഹെയറിൽ വെച്ച് പെയർ ചെയ്യാലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആമിക്കുട്ടിയുടെ വണ്ടി വന്നത്. ക്ലാസ് കഴിഞ്ഞ് ഒരു 3-3:30 കൂടെ കിടാവ് എത്തോട്ടാ. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കി കൊടുക്കെങ്കിലും റോഡൊക്കെ ക്രോസ് ചെയ്യണം. പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഡേ ആയതുകൊണ്ട്, നൈറ്റ് ആയതുകൊണ്ട് ഡേ ടൈമിൽ എനിക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിലൊന്നും എനിക്കിങ്ങനെ അവളെ പിക്ക് ചെയ്യാനൊന്നും
പറ്റാറില്ല കേട്ടോ. മിക്ക ദിവസം അമ്മയോ മണിക്കൂട്ടനോ തക്കുടുള്ളപ്പോൾ തക്കുടൊക്കെയാണ് അവളങ്ങനെ കാത്തു നിൽക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പോയി എടുത്തു. നൈറ്റുള്ള ദിവസങ്ങളിൽ എനിക്കിങ്ങനെ കിട്ടാറുള്ളൂ. ഞാനിങ്ങനെ ചെറുതായിട്ട് എയർപോർട്ട്സൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് നടക്കായിരുന്നു കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് 2 കുഞ്ഞു മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആള്. യൂണിഫോം ആർന്നില്ല അമ്മീ? മാങ്ങ ആരെ പൊട്ടിച്ചെന്നേ? ദൈവമേ, ആണോ? അമ്മയ്ക്ക് തന്നൂട്ടാ അമ്മി മാങ്ങ. കണ്ട, അമ്മയ്ക്ക് തന്ന മാങ്ങ. ആമി എനിക്ക് തന്ന മാങ്ങയാട്ടാ. നല്ല പുളിയുണ്ട്. അതിലല്ലേ ഇവിടെ കാണിക്കണം, എന്നാലേ കാണുള്ളൂ. ഓ, ആമിയുടെ വലിയ മാങ്ങ. പൊട്ടിച്ചു കൊണ്ടുവന്ന മാങ്ങയൊന്നും പോരാണ്ട് വന്ന വഴിക്ക് തന്നെ പാഷൻ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അമ്മ ഒരു വടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമിര് താളത്തിനൊത്ത് തുള്ളുകയാണ്. ഉള്ള പാഷൻ ഫ്രൂട്ട് മുഴുവൻ അടിച്ചു കൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, റെഡും ഉണ്ട് മഞ്ഞയും ഉണ്ട്. മഞ്ഞനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള റെഡാണ് കേട്ടോ. രണ്ടിനും പുളിയൊക്കെ തന്നെ, പക്ഷെ റെഡ് കുറച്ചും കൂടെ നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഒരു മധുരവും നല്ലൊരു സ്മെല്ലും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചേ മാങ്ങ, കാണിച്ചേ. നമുക്കൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. കാണിച്ച നീട്ടി കാണിച്ച. കേടൊന്നുമില്ലല്ലോ അമ്മ? കേടില്ലല്ലോ. സൂപ്പർ അല്ല അമ്മീ? ഞാൻ നേരത്തെ പറയണ്ടായിരുന്നില്ലേ ആ ഒരു റെഡ് പാഷൻ ഫ്രൂട്ട്, അത് ഇതാണ് കേട്ടോ. നമ്മളിപ്പോൾ തല്ലിയിട്ടുണ്ടായിരുന്നതാണ്. ഇതിൽ മൂക്കാത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മരത്തിൽ നിന്ന് നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചെറിയ മധുരവും നല്ല അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ നമ്മുടെ ഈ ഒരു പന്തലിൽ നിറച്ച് ബൾബ് ഇട്ട പോലെയായിരുന്നു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ വീടിന് അടയാളം പറയാറുള്ളത് ആ പാഷൻ ഫ്രൂട്ട് പന്തലിട്ട വീടാണോ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. എൻ്റെ പഴയ വീഡിയോസിൽ നോക്കിയാൽ കാണാം ഇഷ്ടം പോലെ നിൽക്കുന്നത്. പാഷൻ ഫ്രൂട്ട് തല്ലിയിട്ട് അവസാനം നമ്മുടെ ഒരു പ്ലിയൂർ മാങ്ങയും കൂടെ തല്ലി കൊഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് അമ്മ തല്ലിയിട്ടതാണ് കേട്ടോ. കുറേ നാളായി മാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ട് പരട്ടി കഴിച്ചിട്ട്. പ്ലിയൂർ മാങ്ങയാകുമ്പോൾ വല്ലാണ്ട് പുളി ഉണ്ടാകില്ല. ഇത് നല്ല മൂത്ത് പാകത്തിയ മാങ്ങയാണ് കേട്ടോ. 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കിട്ടും. പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. ഞാൻ നേരെ ഇങ്ങനെ പോകും തോറും എനിക്കിങ്ങനെ മടി കൂടി വരും കേട്ടോ. കാരണം ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി വരികയാണല്ലോ, നൈറ്റിന് പോകണ്ടേ. അപ്പം അങ്ങനെ ചെറിയൊരു മടി ഉണ്ടാകും. പിന്നെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു മടിയൊക്കെ മാറും. പോണ വരെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ചനച്ച് വരുന്നൊരു പുളി വിട്ടിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് തുണി തോരിടാണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ അമ്മ കഴുകിയതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അഴയത്തിടാണ്. ചില ഭാഗത്തൊന്നും ആഴ എനിക്ക് തീരെ എത്തുന്നില്ല കേട്ടോ. മണിക്കൂട്ടൻ്റെ അച്ഛൻ്റെ ഒക്കെ ഹൈറ്റിന് കെട്ടി വെച്ചിരിക്കുകയാണ്. എനിക്കിതുപോലെ ഏന്തി വലിഞ്ഞ് കയറിയാലൊക്കെയാണ് എത്തുള്ളൂ. ഞാനും അമ്മയൊക്കെ ഇങ്ങനെ തുണിയിടേണ്ടി വരും കേട്ടോ. ഇങ്ങനെ തിണ്ണുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ കയറി നിന്നൊക്കെ തുണിയിടാം. നൈറ്റ് ഡ്യൂട്ടിയുള്ള ടൈമിൽ ഡേയിലൊന്നും ഞാൻ കാര്യമായ പണികളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഭാരിച്ച പണികളൊന്നും എടുക്കാറില്ല. ചില ദിവസം അത്ര എനർജി ഉണ്ടെങ്കിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ചെയ്യാനായിട്ട് നിൽക്കാറുള്ളൂ. ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ അല്ലറ ചില്ലറ പണികൾ, പ്രത്യേകിച്ച് അമ്മയുണ്ടെങ്കിൽ എനിക്ക് മടി കൂടും കേട്ടോ. ഈ ചായ വെക്കുക, മീൻ വറക്കുക, കുറച്ച് തുണി കഴുകുക, അങ്ങനെയുള്ള പണികളിലൊക്കെ ഞാൻ ഒതുങ്ങും. ഞാൻ എൻ്റെ വീട്ടിലാണ് പോകണമെന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ മല മറയ്ക്കണ പണിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അമ്മയുണ്ടെങ്കിൽ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ മടി വരും കേട്ടോ. അങ്ങനെയാണ്. വീണ്ടും നമ്മൾ ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈമായിട്ടോ. ചില ദിവസങ്ങളിൽ ആമിക്ക് ഭയങ്കര വിഷമമാണ് ഞാനിങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. എന്നാൽ അവൾക്ക് എക്സാം ഉള്ള ദിവസം ഉണ്ടല്ലോ, അമ്മ എന്താ പോവാത്തേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം നൈറ്റൊക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവളെ ഇരുത്തി പഠിപ്പിക്കുമല്ലോ, അതുകൊണ്ട്. അങ്ങനെ ആമിയോട് ചാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ സാരിയൊക്കെ ഫുൾ ചാർജായിട്ട് ഫുൾ പവറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയി. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.